ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല. ഓരോരുത്തനും താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. 1 കൊരിന്ത്യർ 3:7 അധ്വാനത്തിൻ്റെ കൂലി എന്ന ഒരു കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നു. കൂലി എന്നത് നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. നട്ടവൻ നീ ആയിരിക്കാം, കഷ്ടപ്പെട്ട് കിളച്ചവൻ നീ ആയിരിക്കാം, വിയർത്തൊഴുകി വെള്ളം നനച്ചതും നീ ആയിരിക്കാം. എന്നാൽ നിന്റെ അധ്വാനത്താലല്ല, വളരുമാറാക്കുന്നത് ദൈവമാകുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രയോജനകരമായ ഒരു കാര്യം നടത്തിയെടുക്കുന്നത് ഇവിടെ തീർച്ചയായും ദൈവം തന്നെ ആകുന്നു. നമ്മുടെ വിയർപ്പിനും നമ്മുടെ പ്രവൃത്തിക്കും ഉള്ള കൂലി എന്നാൽ ഇവിടെ നൽകപ്പെടുന്നുമുണ്ട്. പ്രിയരെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. നാം കൂലിക്കാർ അല്ല. ദൈവരാജ്യത്തിൽ നാം ദൈവമക്കൾ ആകുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് നാം ദത്തെടുക്കപ്പെട്ടവരാണ്. ലൂക്കോസ് 15:31 പറയുന്നു, അതിന് അവൻ, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിൻ്റേത് ആകുന്നു. പിതാവിൻ്റെ കൂടെ ഇരിക്കുന്നവരായ നാം വെറും കൂലിക്കാർ എന്ന നിലവാരത്തിലല്ല, പിതാവിനുള്ളതെല്ലാം എനിക്കും അവകാശപ്പെട്ടതാണ് എന്ന ഉയർന്ന ഒരു നിലവാരത്തിലുള്ള ചിന്താഗതി നമുക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാകുന്നു എന്ന് പിതാവ് പറയുകയാണ്. ഈ ലോക ജീവിതത്തിൽ നാം എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് വരികിലും, എത്രത്തോളം അധ്വാനിച്ചു എന്ന് വരികിലും, നാം സമ്പത്തുണ്ടാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ സമ്പത്ത് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് എത്രത്തോളം പ്രയോജനകരമാകും എന്നും നമുക്ക് പറയുക വയ്യ. എന്നാൽ പിതാവിനോട് കൂടെ നാം ആയിരിക്കുമ്പോൾ, സകലത്തിൻ്റെയും നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നാം ജീവിക്കുമ്പോൾ, അവനുള്ളതെല്ലാം നമുക്കുള്ളതായി മാറുകയാണ്. നാം ആ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന തൃപ്തി, അത് നാം രുചിച്ച് തന്നെ അറിയേണ്ടതാകുന്നു. സകലത്തിനെയും വളരുമാറാക്കുന്ന, സകലത്തെയും പുഷ്ടിപ്പെടുത്തുന്ന, സകലത്തെയും അഭിവൃദ്ധിപ്പെടുത്തുന്നവനായ ദൈവം. അതെ, മനുഷ്യന് എല്ലാത്തിലും പരിധികളുണ്ട്. എന്നാൽ സകലത്തെയും വളരുമാറാക്കുന്ന ഒരു ദൈവം, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നാം ചേർന്ന് ഇരിക്കാം. അവനോട് കൂടെ ചേർന്ന് നമുക്ക് ജീവിക്കാം. അവൻ നമ്മോട് പറയും, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാകുന്നു എന്ന്.